സൺഡേ സ്കൂൾ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും സ്നേഹപൂർവമായ അഭിവാദനങ്ങൾ. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ സമാരംഭിച്ചിരിക്കുന്ന ഓൺലൈൻ സൺഡേ സ്കൂൾ പ്രോഗ്രാം ദൈവകൃപയാൽ വളരെ വിജയകരമായി 4 ആഴ്ചകൾ പിന്നിട്ടിരിക്കുന്നു. 5ാമത്തെ ആഴ്ചയിലേക്ക് നമ്മളെല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കും. ഈ കാര്യത്തിൽ ഭാവനാപൂർവമായി സഹകരിക്കുന്നു എല്ലാ അധ്യാപകരോടും അതിൽ ആത്മാർത്ഥമായി പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങളോടും അവരുടെ രക്ഷിതാക്കളോടുമുള്ള പ്രത്യേക നന്ദി, അഭിനന്ദനം അറിയിക്കട്ടെ. നമ്മളെല്ലാവരും പഠിക്കുകയാണല്ലോ. രക്ഷിതാക്കളും അധ്യാപകരും കുഞ്ഞുങ്ങളോടൊപ്പം പഠിക്കുന്ന സമയങ്ങളാണ്. പഠിക്കുന്നതിന് നമുക്ക് ദൈവം തന്ന ഏറ്റവും വലിയ കാര്യങ്ങളിൽ ചിലത്, ഒന്ന് നമുക്ക് ബുദ്ധി തന്നു. ആ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ചിന്തിക്കുന്നു, കാര്യങ്ങൾ വിശകലനം ചെയ്ത് പഠിക്കുന്നു, മനസ്സിലാക്കുന്നു, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അതോടൊപ്പം സംസാരിക്കാനുള്ള ശക്തി, ഭാഷ ഉപയോഗിക്കാനുള്ള നൈപുണ്യം ദൈവം തന്നിരിക്കുന്നതാണ്. സംസാരിക്കാൻ പറ്റുന്നതുകൊണ്ട് നമ്മുടെ മനസ്സിലെ ആശയങ്ങൾ ആളുകളെ അറിയിക്കുവാൻ നമുക്ക് സാധിക്കും. ക്ലാസ് മുറികളിൽ അല്ലെങ്കിൽ ഓരോ പാഠവും പഠിപ്പിച്ചുകൊണ്ടിരിക്കെ അധ്യാപകൻ സംസാരിക്കുന്നു. അദ്ദേഹം ഭാഷ ഉപയോഗിക്കുന്നു, ശരീരഭാഷ ഉപയോഗിക്കുന്നു, ചാർട്ടുകൾ കാണിക്കും, എഴുതി കാണിക്കും. ഇതുവഴിയെല്ലാം നമ്മെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. നമ്മുടെ ഭാവന അത് ഉദ്ദീപ്തമാക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ അധ്യാപകൻ സംസാരിക്കുന്നു, ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ അധ്യാപകനോട് സംസാരിക്കും. അതോടൊപ്പം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ആഴത്തിൽ ചിന്തിക്കാനും മനസ്സിലാക്കുവാനും ദൈവം നമുക്ക് കഴിവ് തന്നിരിക്കുന്നു. വിശകലനം ചെയ്ത് പഠിക്കുന്നത് എന്തുമാത്രം മനസ്സിലാക്കിയെന്ന് ഗ്രഹിക്കാനുള്ള കഴിവെല്ലാം നമുക്കുള്ളതാണ്. അങ്ങനെ നമുക്ക് ഇനി ഒരു 2-3 ആഴ്ച കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പരീക്ഷ നടക്കും. നമ്മൾ 5-8 ആഴ്ച പഠിക്കുമ്പോഴത്തേക്കും എന്താണ് നമ്മൾ പഠിച്ചതെന്ന് നമുക്ക് തന്നെ അറിയുന്നതിന് വേണ്ടി കുട്ടികൾക്കും അധ്യാപകർക്കും അറിയുന്നതിന് നമ്മൾ ചെറിയ പരീക്ഷയൊക്കെ നടത്തുന്നു. ആ പരീക്ഷയിലും ഓൺലൈനായിട്ട് തന്നെ എല്ലാവരും അതിൽ വളരെ ആത്മാർത്ഥമായി പങ്കെടുക്കണം. ദൈവം തന്ന ചിന്താശക്തിയും സംസാരശേഷിയും നമ്മൾ വേണ്ട വിധം നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കണം. പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് നമ്മുടെ പ്രാർത്ഥനയെല്ലാം ആ വഴിക്ക് തന്നെ ആയിരിക്കട്ടെ. നമ്മൾ ചിന്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമെല്ലാം വളരെ വേദനയിലും വേവലാതിയിലും ആയിരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ആവട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശബ്ദം, നാവ്, അധരങ്ങൾ, ഹൃദയം, ബുദ്ധി ഇതെല്ലാം ചേർന്ന് ശരീരത്തിലെ പല അംഗങ്ങളും ചേർന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ശബ്ദം വായിക്കുമ്പോൾ നമ്മുടെ അധരങ്ങൾ, നമ്മുടെ ബുദ്ധിയും സഹകരിക്കും. കുമ്പിടുമ്പോൾ നമ്മുടെ ശരീരം പ്രാർത്ഥനയിൽ സഹകരിക്കും. ഇങ്ങനെ നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും ഒന്നിച്ചു വരുന്ന ഒരു പ്രക്രിയയാണ് പ്രാർത്ഥന. അതുപോലെ തന്നെ പഠനവും അധ്യാപനവും അധ്യയനവും രണ്ടിലും ശരീരവും മനസ്സും ആത്മാവും സമ്മേളിക്കുന്നതാണ്. ഇതൊരു വലിയ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കി വേണം നമ്മളിതിൽ പങ്കെടുക്കാൻ. അപ്പോൾ ഈ പദ്ധതി വളരെ വിജയകരമാകട്ടെ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് 5ാം ആഴ്ചയിലേക്ക് പ്രവേശിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കും.
ബഹുമാന്യരായ വൈദികരെ, സൺഡേ സ്കൂൾ അധ്യാപകരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കൊച്ചി ഭദ്രാസനത്തിലെ സൺഡേ സ്കൂൾ അധ്യാപകരെയും വിദ്യാർത്ഥി സമൂഹത്തെയും മാതാപിതാക്കളെയും ഒക്കെ അഭിസംബോധന ചെയ്യുവാൻ തക്കവണ്ണം ലഭിച്ച ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട ജിജു വർഗീസ് അച്ഛൻ്റെ ക്ഷണത്തിന് അങ്ങേയറ്റത്തെ നന്ദി. അഭിനന്ദ ഐറീനസ് തിരുമേനോടൊപ്പം കുറെ കാലം സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര ഓഫീസിൽ ജോലി ചെയ്യാൻ ലഭിച്ച നല്ല ദിവസങ്ങളെയും നന്ദിയോടെ ഈ സമയത്ത് അനുസ്മരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ കാലത്ത് നടന്ന ഒരു ചെറിയ സംഭവമാണ്. യേശു ചുഴലിക്കാറ്റിനെ ശാന്തമാക്കുന്ന സംഭവമാണ്. സന്ധ്യയായപ്പോൾ ശിഷ്യന്മാരുമായി അക്കരയ്ക്ക് പോയ യേശു ക്ഷീണം കൊണ്ട് ആ പടകിൽ വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. ശിഷ്യന്മാർ പ്രാണഭയത്തിലായി. ആകപ്പാടെ നിലവിളിച്ചുകൊണ്ട് കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ യേശു തമ്പുരാൻ അവരോട് ചോദിക്കുന്നു, വൈ ആർ യു അഫ്രൈഡ്? ഡോണ്ട് യു ഹാവ് ഫെയ്ത്ത് ഇൻ യു? നിങ്ങൾ എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത്? നിങ്ങൾക്ക് ഉള്ളിൽ വിശ്വാസമില്ലേ? ഇന്നത്തെ ലോകത്തിൻ്റെ ചുറ്റുപാടുകൾ നോക്കുമ്പോൾ നമ്മെ ഭയപ്പെടുത്തുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ലോകം മുഴുവൻ പടർന്ന് വിനാശം വിതറുന്ന കൊറോണ വൈറസിന്റെ ആക്രമണമുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ കനത്ത മഴയിൽ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങൾ, വെള്ളപ്പൊക്കം, ഇങ്ങനെയൊക്കെയുള്ള പ്രതികൂലമായ ഈ സാഹചര്യത്തിന് നടുക്ക് ദൈവം നമ്മോട് എന്താണ് അരുളി ചെയ്യുന്നത് എന്നാണ് പരിശോധിക്കേണ്ടത്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങളാണ്. അതിലുള്ള ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. ഈ പ്രതികൂല സാഹചര്യത്തിന് നടുവിലും ദൈവം നമ്മോട് ചോദിക്കുന്ന ഈ 2 ചോദ്യങ്ങളാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? നിങ്ങൾക്ക് ഉള്ളിൽ വിശ്വാസമില്ലേ? യേശുക്രിസ്തുവിൽ വിശ്വാസം വെച്ചിരിക്കുന്നവർക്ക് വിശുദ്ധ വേദഗ്രന്ഥത്തിലൂടെ ദൈവജനത്തോട് അടുത്തു നിന്ന ഒരു ദൈവത്തിൽ അടിസ്ഥാനം വച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ദൈവജനത്തിന് ഒരിക്കലും നിരാശയോ വലിയ ഭയമോ അല്ല ഉണ്ടാവേണ്ടത്. മറിച്ച് ദൈവ ഇഷ്ടം നിറവേറ്റുവാൻ ദൈവത്തോട് അപേക്ഷിക്കുകയും സാഹചര്യങ്ങളെ അതിജീവിക്കുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസവുമാണ്. കൊറോണ വൈറസിന്റെ മുള്ളുകളുള്ള ഭാഗം മാത്രമേ നാം കണ്ടിട്ടുള്ളൂ. അതിന്റെ വിനാശകരമായ ഭാഗത്തെ പറ്റിയാണ് എന്നും മാധ്യമങ്ങളിൽ കഴിഞ്ഞ 4-5 മാസമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. കൊറോണ എന്ന വാക്കിന്റെ അർത്ഥം കിരീടം എന്നാണ്. കർത്താവിന്റെ കുരിശിൽ കിടന്ന കർത്താവിന്റെ മുൾക്കിരീടം നോക്കിയാൽ ഇതുപോലെയുള്ള മുള്ളുകൾ അതിൽ നമുക്ക് കാണുവാൻ പറ്റും. പക്ഷെ അതിനപ്പുറത്ത് അത് ഒരു കിരീടത്തിന്റെ ഭാഗം കൂടെയാണ് എന്നുള്ളത് തീർച്ചയായും ഓർമ്മിച്ചിരിക്കണം. അതുകൊണ്ട് ഈ സാഹചര്യങ്ങളിൽ ദൈവാശ്രയം കൈവിടാതെ നാം വിശുദ്ധ വേദഗ്രന്ഥം വായിക്കുകയും പഠിക്കുകയും സഭയുടെ വിശ്വാസ പ്രമാണങ്ങൾ പരിശീലിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എലനൈൻ റൂസ്വെൽറ്റ് പറയുന്നുണ്ട്, ഗ്രേറ്റ് മൈൻഡ്സ് ഡിസ്കസ് ഐഡിയാസ്, ആവറേജ് മൈൻഡ്സ് ഡിസ്കസ് ഈവൻസ് ആൻഡ് സ്മോൾ മൈൻഡ്സ് ഡിസ്കസ് പീപ്പിൾ. നമ്മുടെ ചർച്ച മറ്റുള്ളവരെ പറ്റി ആകാതിരിക്കട്ടെ. നമ്മുടെ ചർച്ച ആശയങ്ങളെ പറ്റി ആകട്ടെ. സഭയെപ്പറ്റിയും നമുക്ക് നല്ലത് പറയാം. സഭയുടെ ന്യൂനതകൾ ധാരാളം പെരുപ്പിച്ചു കാട്ടുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. അതിനപ്പുറം 2000 വർഷം പഴക്കമുള്ള ഈ സഭയ്ക്ക് സ്വർണ്ണ ലിപികളിൽ എഴുതാവുന്ന ഒത്തിരി നേട്ടങ്ങളുണ്ട്. ഒരു അപ്പസ്തോലൻ സ്ഥാപിച്ച ഒരു സഭ
പുണ്യപിതാക്കന്മാര് നയിച്ച ഒരു സഭ, വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു സഭ, നമ്മെ സ്നേഹിക്കുന്ന ഒരു സഭ. ഈ സഭയിലാണ് നിങ്ങളെ വളരുവാനായി ദൈവം അനുവദിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സൺഡേ സ്കൂൾ ക്ലാസ്സുകളൊക്കെയും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിച്ചു വരികയും സഭയോടുള്ള സ്നേഹം ഏറി വരികയും ലോകത്തിൽ ജീവിക്കുവാനുള്ള ജീവിത മൂല്യങ്ങൾ നേടിത്തരികയും ചെയ്യുമാറാകട്ടെ എന്നാശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഗുഡ് മോർണിംഗ് കുഞ്ഞു കൂട്ടുകാരെ, വെൽക്കം ടു ദി ഓൺലൈൻ സൺഡേ സ്കൂൾ സെഷൻ. ദൈവ തിരുനാമത്തിൽ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മള് അടിപൊളി സൺഡേ ആക്കാൻ പോവാം. എങ്ങനെയാണ് സൺഡേ അടിപൊളിയാക്കുന്നേ? നമുക്ക് യേശുപ്പയുടെ സ്റ്റോറീസ് കേൾക്കണം, പ്രാർത്ഥന പഠിക്കണം, പാട്ട് പാടണം, മെമ്മറി വേഴ്സ് പഠിക്കണം. അപ്പോൾ നമ്മളൊരു അടിപൊളി സൺഡേ ആവും. ഹൗ കെൻ വി മേക്ക് ടുഡേ എ ഗ്ലോറിയസ് സൺഡേ? We will learn stories about Jesus. We will learn prayers. We will sing songs and learn memory verses. And we will make today a glorious Sunday. നമ്മൾ എന്ത് കാര്യം തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ യേശുവിനോട് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥന ഏതാ? ലോർഡ്സ് പ്രയർ അറിയത്തില്ല? കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചതല്ലേ, ടീച്ചർ പഠിപ്പിച്ചതല്ലേ ലോർഡ്സ് പ്രയർ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ലോർഡ്സ് പ്രയർ പ്രാർത്ഥിക്കാം. ടീച്ചർ ചൊല്ലിത്തരാം, നിങ്ങൾ കൂടെ പ്രാർത്ഥിക്കണം. എല്ലാരും കുരിശ് വരച്ചേ, കൈ കൂപ്പിക്കേ, നീ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമേൻ. എല്ലാരും പ്രാർത്ഥിച്ചില്ലേ? ഇനി നമുക്ക് ഒരു കഥ പഠിക്കാം. യേശുവിന്റെ കഥകളൊക്കെ എവിടെ നിങ്ങൾ കാണുന്നേ, വായിക്കുന്നേ? എല്ലാം ബൈബിളിലുണ്ട്. നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്ന സ്റ്റോറി ഒരു
കൊച്ചു ബാലികയെ പറ്റിയാണ്. അത് നിങ്ങളുടെ ഒരു ചേച്ചിയെ പോലെ ഒക്കെ ഉള്ളൊരു കുട്ടി. ആ കുട്ടിക്ക് എന്നാ പറ്റിയേ? ആ കുട്ടിക്ക് അസുഖം വന്നു. കളിക്കുടിക്കകത്ത് നിങ്ങൾ മിസ്റ്റർ കീടാനുവെ പറ്റി കഥകളൊക്കെ വായിക്കാറില്ല എല്ലാ ആഴ്ചയും? അതുപോലെ മിസ്റ്റർ കീടാനു അങ്ങ് വന്ന് ഈ കുട്ടിക്ക് അസുഖം വന്നിട്ട് മരുന്ന് കഴിച്ചിട്ടൊന്നും പോകുന്നില്ല. ഡോക്ടർ പലതരം മരുന്ന് കൊടുത്തിട്ടും അസുഖം ഒന്നും കുറയുന്നില്ല. അവസാനം അസുഖം കൂടി അവസാനം ഈ കൊച്ച് മരിച്ചു. നമുക്ക് ഈ സ്റ്റോറി കംപ്ലീറ്റ് ആയിട്ട് നമുക്കിപ്പോ കാണാം. ഓക്കെ. ഒരു ദിവസം യേശു ഒരു വലിയ ജനക്കൂട്ടത്തിനോട് സംസാരിക്കുകയായിരുന്നു. ജീസസ് വാസ് ടോക്കിംഗ് ടു എ ലാർജ് ഗ്യാതറിംഗ്. യായിറസ് എന്ന പേരുള്ള ഒരു പള്ളി പ്രമാണി യേശുവിന്റെ അടുത്തേക്ക് ഓടി കരഞ്ഞുകൊണ്ട് വന്നു. A man called Jairus, an important person, came running to Jesus, crying. അവൻ യേശുവിന്റെ കാൽക്കലേക്ക് വീണ് നമസ്കരിച്ചു. തന്റെ 12 വയസ്സുള്ള മകൾ അസുഖം കൂടി മരിക്കാറായി കിടക്കുന്നു എന്ന് പറഞ്ഞു. He knelt before Jesus and he said, I have a 12-year-old daughter. She is very sick and she is dying. എന്റെ വീട്ടിൽ വന്ന് എന്റെ മകളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. Please visit my house and save my daughter, Jairus told Jesus. അപ്പോൾ യായിറസിന്റെ ഒരു വേലക്കാരൻ ഓടി വന്ന് പറഞ്ഞു, മകൾ മരിച്ചുപോയി. Suddenly a servant came running to Jairus and he said, Your daughter has passed away. എന്നാൽ യേശു യായിറസിനോട് ഉടനെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. Jesus asked Jairus to take him to his house immediately. വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും ദുഃഖിച്ചിരിക്കുന്ന കണ്ടു. When they reached his house, they saw that everyone was sitting very sad. യായിറോസിന്റെ ഭാര്യ യേശുവിനോട് പറഞ്ഞു, എന്റെ മകൾ മരിച്ചുപോയി, നീ എന്താ താമസിച്ചു വന്നേ? Jairus' wife asked Jesus, Why are you late? My child is already dead. വിശ്വസിക്കൂ, ദുഃഖിക്കരുത് എന്ന് യേശു മറുപടി പറഞ്ഞു. Jesus told her, Don't worry, have faith. യേശു ജനത്തോട് ബാലികയുടെ മുറിയിൽ പുറത്തേക്ക് നിൽക്കാൻ പറഞ്ഞു. Jesus asked everyone to wait outside the little girl's room. യേശു ബാലികയുടെ മാതാപിതാക്കളുടെ ഒപ്പം അവരുടെ മുറിയിലേക്ക് പ്രവേശിച്ചു. And he went inside with the girl's parents. ബാലിക കട്ടിലിൽ കിടക്കുന്ന കണ്ടപ്പോൾ യേശു പറഞ്ഞു, അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. When he saw the girl lying on the bed, he said, The little girl is not dead, she is only sleeping. യേശു ബാലികയുടെ കൈ പിടിച്ച് ഉയർത്തി, മകളെ എഴുന്നേക്കൂ എന്ന് പറഞ്ഞു. Jesus held the little girl's hand and said, Hey little girl, get up, wake up and rise. നിങ്ങളുടെ അമ്മമാർ രാവിലെ വിളിക്കത്തില്ലേ, നിങ്ങളെ തട്ടി ഉണർത്തത്തില്ലേ, എണീറ്റേ സ്കൂളിൽ പോണ്ടേ, എഴുന്നേക്കൂ, കണ്ണു തുറന്നേ, എണീക്കൂ എന്ന് പറയത്തില്ലേ? അതുപോലെ യേശു ബാലിക എടുത്ത് പറഞ്ഞു, കണ്ണു തുറന്ന് എണീറ്റേ, വേക്കപ്പ് ആൻഡ് റൈസ്. യേശുവിൻ്റെ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ ബാലികയുടെ മേളിൽ കൂടെ ഒരു ശക്തി ഇങ്ങനെ തല്ലാ തുടങ്ങി കാലുവരെ ഇങ്ങനെ അങ്ങ് കേറി വന്നു. ബാലിക കണ്ണ് തുറന്ന് അങ്ങ് ചാടി എണീറ്റിരുന്നു. അസുഖം എല്ലാം പോയി, എല്ലാ കിടാനും എല്ലാം പോയി, എല്ലാം സുഖപ്പെട്ട് എഴുന്നേറ്റിരുന്നു. When Jesus' words spread over her body, she got a lot of strength. The strength passed from her head right up to her feet. She opened her eyes. All her disease, all her illness left her, and she woke up and she jumped up with strength. അവളുടെ മാതാപിതാക്കൾ സന്തോഷത്തോടെ അതിശയത്തോടെ
ഇങ്ങനെ നിന്നു. Her parents were surprised and they were so happy. എന്നാൽ ഈ വിവരം പുറത്ത് ആരോടും പറയരുതെന്ന് യേശു മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടു. Jesus told the little girl's parents not to tell anyone about what had happened inside the room. യാരിയോസും ഭാര്യയും മകളെ കെട്ടിപ്പിടിച്ച് സന്തോഷിച്ചു. Jairus and his wife hugged the little girl and they were very happy. ബാലികയ്ക്ക് ഭക്ഷണം കൊടുക്കുവാൻ യേശു കൽപ്പിച്ചു. Jesus told them, "Give her some food. She has been ill for some time." ബാലികയുടെ മാതാപിതാക്കൾ യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി അവനോട് നന്ദി പറഞ്ഞു. They knelt before Jesus and thanked him. നമ്മൾ എന്താണ് ഈ സ്റ്റോറിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ദൈവത്തിൽ നല്ല വിശ്വാസമുള്ളവർക്ക് നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ടി വരില്ല. Have faith in God and everything will be all right. നമ്മളിപ്പം ജെയ്റസിന്റെ മകളുടെ സ്റ്റോറി ഇപ്പം മുഴുവൻ കേട്ടില്ലേ? നമുക്കൊരു ചെറിയ ആക്ടിവിറ്റി ചെയ്യാം. ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കണം, ഇതേ സൈസിൽ. അതേ സൈസിലൊരു വെള്ള പേപ്പർ എടുക്കും. എന്നിട്ട് ഈ കാർഡ്ബോർഡ് പീസ് തിരിച്ചു വെച്ചിട്ട് ഈ അറ്റത്തുനിന്ന് 1 സെന്റിമീറ്റർ അകത്തോട്ട് വെച്ചിട്ട് നല്ലപോലെ മടക്കണം. ഇങ്ങനെ പ്രസ് ചെയ്ത് മടക്കണം. കണ്ടോ? അതേപോലെ തന്നെ തിരിച്ചു വെച്ചിട്ട് മടക്കണം. ഇങ്ങനെ വെക്കുമ്പോൾ ഇതൊരു കട്ടിലായി. ഇനി നമുക്ക് ജെയ്റസിന്റെ മോളെ വരയ്ക്കണം. അതിന് ഈ പേപ്പർ എടുക്കണം. ഈ ഫ്ലാറ്റ് പോർഷൻ ഇല്ല, അത് വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്തിട്ട് ഇത് കട്ട് ചെയ്യണം. എന്നിട്ട് ഈ പേപ്പർ രണ്ടായിട്ട് മടക്കണം. രണ്ടായിട്ട് മടക്കണം. എന്നിട്ട് നടുക്ക് നമുക്ക് ഒരു കുപ്പിയുടെ അടപ്പ് എടുത്തിട്ട് വെച്ചിട്ട് ഈ വരച്ചു വെച്ചിരിക്കുന്ന വരയിൽ വെച്ചിട്ട് ഒരു പെൻസിൽ ഒരു വട്ടം വരയ്ക്കും. കണ്ടോ? ഇനി നമുക്ക് ഇതിന് മേളില് ഒരു ചെറിയ വട്ടം കൂടെ വരച്ചു കൊടുക്കാം. അതൊരു ആ കുട്ടിയുടെ പെൺകുട്ടിയുടെ തല. ഇനി നമുക്ക് ഐസ് വരയ്ക്കണം. ലെറ്റ്സ് ഡ്രോ ദി ഐസ്, ദ നോസ് ആൻഡ് ദ മൗത്ത്. ഓക്കെ. ഇനി നമുക്കൊരു സ്കെയിൽ എടുത്തിട്ട് ഈ തലയുടെ അവിടെ നിന്ന് ഈ വരച്ചിരിക്കുന്ന സർക്കിളിന്റെ പുറത്തേക്ക് 2 വര വരയ്ക്കണം. ഇവിടുന്ന് ഒരു വര വരയ്ക്കണം, ഇവിടുന്ന് ഒരു വര വരയ്ക്കണം. എന്നിട്ട് ഈ 2 ലൈൻസും നമുക്ക് ജോയിൻ ചെയ്യണം. കണ്ടോ? എന്നിട്ട് കുട്ടിക്ക് കൈ വേണ്ടേ? വേണം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഈ ആദ്യം വരച്ച സർക്കിളിന്റെ അകത്തൂടെ ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കണം. എന്നിട്ട് കൈ വരയ്ക്കണം. വിരലെത്ര എണ്ണുണ്ട് ഒരാളുടെ കയ്യില്? 5 അല്ലേ? 5 ഫിംഗേഴ്സ് അല്ലേ? 1 2 3 4 5. അതുപോലെ തന്നെ ഈ സൈഡിൽ നമുക്ക് മറ്റേ കൈ വരയ്ക്കണം. എന്നിട്ട് 1 2 3 4 5 ഫിംഗേഴ്സ്. കണ്ടോ? ഇനി നമുക്ക് ഇത് കളർ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇടാം. ടീച്ചർ ഗ്രീൻ ഇട്ടോ. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എന്ത് ഡിസൈനിൽ വേണമെങ്കിലും വരയ്ക്കാം. നമ്മള് കളർ ചെയ്ത് കഴിയുമ്പോൾ പെൺകുട്ടിക്ക് മുടി വരയ്ക്കാൻ മറക്കില്ലേ?
നല്ലപോലെ കളർ ഇടുന്ന നല്ല മുടിയുള്ള കുട്ടിയാണേ. അതെല്ലാം വരയ്ക്കണം. കണ്ടോ? ഇനി ഈ മടക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിന്റെ താഴത്തേക്ക് നമുക്ക് നല്ലപോലെ ഇച്ചിരി പശ ഇടാം. മേൽഭാഗം അല്ല, താഴത്തേക്ക് let's put some glue on the lower half of the paper. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് ഈ പേപ്പർ ഈ നേരത്തെ ഉണ്ടാക്കി വെച്ച കട്ടിലയിൽ ഒട്ടിക്കണം. എങ്ങനെ ഒട്ടിക്കും? ഈ ലൈനും ഈ കട്ടിലിന്റെ അറ്റത്ത് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഈ പശയുള്ളത് പ്രസ് ചെയ്ത് വെക്കണം. കണ്ടോ? കണ്ടോ? ഇങ്ങനെ വെക്കണം. അപ്പൊ ഇങ്ങനെ ഇപ്പൊ പെൺകുട്ടി മരിച്ചു കിടക്കുക. ജീസസ് പറയാണ് റൈസ് അപ്പ് ലിറ്റിൽ ഗേൾ എന്ന് പറയുമ്പോ ഈ കുട്ടി എഴുന്നേറ്റ് വരും. ഓക്കെ, ഈ ആക്ടിവിറ്റി എല്ലാവരും ചെയ്യണം കേട്ടോ. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമല്ലേ ചെയ്യാൻ? പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഒരു ചെറിയ കാർഡ്ബോർഡ് പേപ്പറും കാർഡ്ബോർഡ് പീസും ഒരു പീസ് ഓഫ് പേപ്പറും മതി, നമുക്ക് വേഗം ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളൊരു സ്റ്റോറി കേട്ട് കഴിഞ്ഞില്ലേ ജീസസിനെ പറ്റി? നമുക്ക് ഒരു സ്റ്റോറിയും കൂടെ കേൾക്കാം. ഹോശാന ഞായറാഴ്ച എന്ന് കേട്ടിട്ടുണ്ടോ? എന്തോ ഹോശാന ഞായറാഴ്ച? നമ്മൾ കുരുത്തോലൊക്കെ പള്ളി പോയി കുരുത്തോലൊക്കെ പിടിച്ച് പള്ളിക്ക് ചുറ്റിനും നടന്ന് പൂക്കളൊക്കെ വിതറി ഹോശാന എന്ന് പാടി അല്ലേ നമ്മൾ പള്ളിക്ക് ചുറ്റും പോയി നടക്കത്തില്ല? അത് എന്തോ എന്തിനാ നമ്മളതൊക്കെ ചെയ്യുന്നേ? അത് യേശുപ്പച്ച പണ്ട് ജെറൂസലേം പള്ളിയിലേക്ക് പോയൊരു യാത്രയെ നമ്മൾ ഓർക്കുന്നതാണ്. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ പാം സൺഡേ? പാം സൺഡേ എന്ന് പറഞ്ഞാൽ കുരുത്തോല പിടിച്ച് നടക്കുന്ന സൺഡേ ആണ് പാം സൺഡേ. നമ്മൾ we hold palm leaves and walk around the church. We throw flowers in the church. Why? Because we are remembering Jesus when he went on his journey to Jerusalem church. ഒരു ദിവസം യേശുപ്പച്ചയും ഡിസൈപ്പിൾസും കൂടെ ജെറൂസലേം പള്ളിയിലേക്ക് പോവായിരുന്നു. അവിടെ പെരുന്നാൾ ആഘോഷിക്കാൻ പോവായിരുന്നു. അപ്പോൾ ജെറൂസലേം ടൗണിൽ ഓൾറെഡി ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ഈ പെരുന്നാൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഒത്തിരി ആൾക്കാർ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ യേശു ശിഷ്യന്മാരും കൂടെ ഇങ്ങനെ നടന്ന് ജെറൂസലേമിലേക്ക് പോകുന്ന സമയത്ത് കുറെ ദൂരം കഴിഞ്ഞപ്പം യേശു അവിടെ നിന്നുകൊണ്ട് ശിഷ്യന്മാരടുത്ത് പറഞ്ഞു, ടൗണിലേക്ക് ചെന്നിട്ട് ഒരു കഴുത ഇങ്ങ് അഴിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. അപ്പൊ അവർ ചോദിച്ചു, കഴുത അഴിച്ചുകൊണ്ട് വരണോ? അതെങ്ങനെ? അപ്പം പറഞ്ഞു, അവിടെ ടൗണിൽ ചെന്നാൽ മതി, അവിടെ ഒരു കഴുത കെട്ടിയിട്ടിട്ടുണ്ട്, നിങ്ങൾ ആ കഴുത ഇങ്ങ് അഴിച്ചുകൊണ്ട് വരണമെന്ന്. അവര് ചോദിച്ചു, ഞങ്ങൾ ഈ കഴുത അഴിച്ചുകൊണ്ട് വരുമ്പോൾ ആൾക്കാർ ചോദിച്ചാലോ എന്തിനാ ഈ കഴുതയെ കൊണ്ടുപോകുന്നേ? അപ്പൊ ഞങ്ങൾ എന്തു പറയണം? അപ്പൊ യേശു പറഞ്ഞു, അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം, ഞങ്ങളുടെ മാസ്റ്ററിന് കഴുത ആവശ്യമുണ്ടെന്ന് പറയണം. അപ്പൊ അവര് യേശു പറയുന്നതല്ലേ, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ടൗണിലേക്ക് പോയി. വൺ ഡേ ജീസസ് and his disciples were going to Jerusalem to celebrate a festival. Many people had already come to Jerusalem to celebrate this festival. Jesus and the disciples, after walking for some time, Jesus told his disciples, do something, you go to the town, go and bring me one donkey. The donkey will be tied there near one house, untie it and bring it. So they asked, won't people ask, why you taking this donkey? So Jesus said, you must tell them, my master needs it. Then they'll let you bring that donkey. First they were doubtful, will it happen? Then they said, anyway, Jesus said, no, let's go. So the two of them went to the town to bring the donkey. They
They went into the town, and as Jesus said, they saw one donkey tied up there. അവർ ജീസസ് പറഞ്ഞ പോലെ തന്നെ, യേശു പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരു ഡോങ്കിയെ കണ്ടു, അവിടെ കെട്ടിയിട്ടിരിക്കുന്നത്. അവർ വേഗം ചെന്നിട്ട് ആ ഡോങ്കിയെ അഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആദ്യത്തെ ശിഷ്യൻ രണ്ടാമത്തെ ശിഷ്യൻ്റെ അടുത്ത് ചോദിച്ചു, യേശുവിന് എങ്ങനെ അറിയാം ഇവിടെ ഡോങ്കിയെ കെട്ടിയിട്ടിട്ടുണ്ടെന്ന്? അപ്പോൾ രണ്ടാമത്തെ ശിഷ്യൻ പറഞ്ഞു, അതല്ലേ യേശുവിന് എല്ലാ കാര്യം അറിയാം അല്ലേ? യേശുപ്പച്ചയ്ക്ക് എല്ലാ കാര്യം അറിയത്തില്ലേ? നമ്മൾ സംസാരിക്കുന്നത് എന്താണ്, നമ്മൾ വഴക്കുണ്ടാക്കുന്ന എന്താണ്, നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നത് എന്താണ്, എല്ലാം യേശുപ്പച്ചക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും യേശുപ്പച്ച പറയുന്നത് മാത്രമേ ചെയ്യാവുള്ളൂ എന്ന് പറയുന്നത് കേട്ടോ. When the disciples saw this donkey tied up there, they were quite surprised. The first disciple asked the other disciple, how does Jesus know that there will be a donkey here? So the second disciple said, after all, he is Jesus. He knows everything. He knows everything, isn't it? That is why you must always do what Jesus says. He can see what all we are doing, what all we are saying. So we should not quarrel with each other. We should always obey what our parents tell us to do. Okay? So we must, because Jesus is always watching. He can see what all is happening. While they were untying this donkey, the owner came and asked them, why are you untying my donkey? So they said, our master needs it. Then he said, okay, take the donkey but bring it back. അവർ ഈ കഴുതക്കുട്ടി അഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ വന്നിട്ട് ചോദിച്ചു, എന്തിനാണ് എൻ്റെ ഡോങ്കി അഴിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ മാസ്റ്ററിന് ഈ ഡോങ്കി ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ എടുത്തോ, പക്ഷെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ ഡോങ്കി അഴിച്ചുകൊണ്ട് യേശുപ്പച്ച അടുത്തേക്ക് കൊണ്ടുചെന്നു. എന്നിട്ട് യേശുപ്പച്ച അതിൻ്റെ പുറത്ത് കയറി ഇരുന്നാണ് ജെറൂസലേമിലേക്ക് വന്നത്. നമ്മൾ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്? നമ്മളിപ്പോൾ പള്ളിയിൽ പോകണമെങ്കിൽ നമ്മൾ എങ്ങനെയാ പോകുന്നത്? നമ്മളൊന്നിൽ കാറിൽ പോകും, അല്ലെങ്കിൽ ബസ്സിലോ ഓട്ടോയിലോ കയറി പോകും അല്ലേ? പക്ഷെ പണ്ടത്തെ കാലത്ത് ഈ യേശുവൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ബസ്സും ഓട്ടോയും കാറും ഒന്നുമില്ല. അവർക്ക് ആകെ യാത്ര ചെയ്യാനുള്ളത് ഈ കഴുതയാണ്. അപ്പോൾ ഈ കഴുതയുടെ പുറത്ത് കയറി യേശുപ്പച്ച യെരൂശലേമിലേക്ക് ചെന്നു. യേശുപ്പച്ച ഈ ഡോങ്കിയുടെ പുറത്ത് കയറി ഇരിക്കാൻ തുടങ്ങിയപ്പോൾ ഒരാള് കണ്ടു. അപ്പോൾ അയാൾ വേഗം അയാളുടെ നല്ല ഉടുപ്പ് ഊരി ആ ഡോങ്കിയുടെ പുറത്തിട്ടു. അല്ലെങ്കിൽ യേശുപ്പച്ച ഇതെല്ലാം ചെളി പറ്റത്തില്ല. ഡോങ്കിയുടെ പുറത്ത് എന്നാൽ ഡോങ്കിയുടെ പുറത്ത് യേശുപ്പച്ച കയറി ഇങ്ങനെ യെരൂശലേമിലേക്ക് നടന്നിങ്ങനെ വരുമ്പോൾ ആൾക്കാരെല്ലാം കണ്ടു. അപ്പോൾ അയ്യോ, ദേ വരുന്നു യേശു, നോക്കി ആരാ വരുന്നേ? യേശു ആണ് വരുന്നേ. എന്നിട്ട് അവർ പാടി, ദാവീദ് പുത്ര ഹോശാന എന്ന് പാടി. അവർക്ക് ഭയങ്കര സന്തോഷമായി യേശു വരുന്നത് കണ്ടപ്പോൾ. അപ്പോൾ അവിടുത്തെ റോഡൊക്കെ ഇങ്ങനെ അപ്പടി കല്ലൊക്കെയുള്ള സ്ഥലം. അപ്പോൾ അവരെന്ത് ചെയ്തു? അവരുടെ നല്ല ഉടുപ്പൊക്കെ റോഡിലിട്ട് നല്ല പൂക്കളൊക്കെ വിതറി തൊട്ടടുത്തിരുന്ന മരങ്ങളുടെ ബ്രാഞ്ചസ് എല്ലാം ഒടിച്ച് വേവ് ചെയ്തു. അന്നത്തെ കാലത്ത് ഫ്ലാഗോ ബലൂണോ ഒന്നുമില്ല. അവര് ഇത് മരക്കൊമ്പെല്ലാം ഒടിച്ച് കുരുത്തോലൊക്കെ പിടിച്ച് വേവ് ചെയ്തു യേശുപ്പച്ചയെ കണ്ടിട്ട്. യേശുപ്പച്ച ഇങ്ങനെ ഡോങ്കിയുടെ പുറത്തൂടെ ഇങ്ങനെ പതുക്കെ പതുക്കെ നടന്ന് യാത്ര ചെയ്ത് പോകുന്ന നേരത്ത് അവര് എല്ലാരും വേവ് ചെയ്തു. ഈ ഒരു യാത്ര നമ്മൾ ഓർക്കുന്നതാണ് എല്ലാ കൊല്ലവും നമ്മൾ പള്ളിയിൽ പോയി ഹോശാന ഞായറാഴ്ച നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാ? ബിക്കോസ് ഇതിന് ശേഷം യേശുപ്പച്ച ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്, കുരിശിക്കുന്നുണ്ട്, പിന്നെ മരിച്ച് പിന്നെ ഉയർത്തിട്ട് അങ്ങനെ ഒത്തിരി കഷ്ടപ്പാടുണ്ടായിരുന്നു. അതിന് മുന്നേ ഉള്ള ഒരു വളരെ സന്തോഷമായുള്ളൊരു ദിവസമാണ് ഹോശാന. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ വർഷവും നമ്മൾ ഹോശാന ഞായറാഴ്ച സെലിബ്രേറ്റ് ചെയ്യുന്നത്. So now did you understand why we celebrate Palm Sunday every year? To remember that wonderful triumphal entry of Jesus into Jerusalem. When he came on the donkey, people were so happy. They were all singing to Jesus, Hosanna to the King of Kings.
because he was a very person who was liked by everybody, and they put all their coats on the road so that the donkey could walk smoothly and come. They were throwing flowers, waving leaves, because those days there was no flag or balloon. So they were waving lots of leaves and branches and all that. So next time you go to church and you celebrate Palm Sunday, you must now remember why we do it. It is because we remember that day when Jesus went to Jerusalem before he suffered a lot. Okay. നമ്മളിപ്പം ഹോസാന ഞായറാഴ്ചയെ പറ്റി പഠിച്ചില്ലേ? ഹോസാന ഞായറാഴ്ചയിലെ ഒരു ക്യാരക്ടർ ആരായിരുന്നു? ഒരു ഡോങ്കി അല്ലേ? നമുക്കൊരു ചെറിയ ഡോങ്കി ഉണ്ടാക്കാം. അതിന് ഒരു സ്ക്വയർ പീസ് ഓഫ് പേപ്പർ എടുക്കാം. കളർ പേപ്പർ ഇല്ലെങ്കിൽ ഒരു സ്ക്വയർ വെള്ള പേപ്പർ എടുത്തിട്ട് മുഴുവൻ ഗ്രേ കളർ ക്രയോൺ വെച്ചിട്ട് കളർ ചെയ്യണം കേട്ടോ. ഗ്രേ കളർ ഇങ്ങനെ ഗ്രേ കളർ വെച്ചിട്ട് കളർ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? അത് ഇങ്ങനെ മടക്കണം, ട്രയാങ്കിൾ ആയിട്ട് മടക്കണം. രണ്ട് കോർണർ ചേർത്ത് ഇങ്ങനെ നന്നായി മടക്കണം. കണ്ടോ? ഇങ്ങനെ ഹാഫായിട്ട് മടക്കണം ഡയഗണൽ. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു പ്രാവശ്യം കൂടെ മടക്കണം. ഒരു പ്രാവശ്യം കൂടെ നന്നായി പ്രസ് ചെയ്ത് മടക്കണം. കണ്ടോ? ഇനി എന്ത് ചെയ്യണം? ഇത് തുറക്കണം. തുറന്നിട്ട് ഈ കോർണറിൽ നിന്ന് ഈ അറ്റം പിടിച്ചിട്ട് ഈ ലൈൻ, നടുക്കത്തെ ലൈനില്ലേ അവിടത്തേക്ക് കൊണ്ടുവരണം. കറക്റ്റായിട്ട് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഭംഗി വരത്തില്ല. ഇങ്ങനെ വെക്കണം. അടുത്ത സൈഡും അതേപോലെ ചെയ്യണം. ടീച്ചർ ചെയ്യുന്ന കാണാമോ? ഇങ്ങനെ മടക്കണം. കണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യണം? ഈ രണ്ടറ്റം ഇല്ലേ, ഈ അറ്റം ഈ പേപ്പർ ഇവിടെ വരുന്നില്ല, അവിടം വെച്ചിട്ട് ഇങ്ങനെ ഒന്നുകൂടെ മടക്കണം. ചെറുതായിട്ട് മടക്കണം. ഇതുപോലെ സെന്ററിൽ നിന്ന് ഈ ഇപ്പുറത്തെ പേപ്പറിന്റെ അവിടം വെച്ചിട്ട് ഇങ്ങനെ ചരിച്ച് മടക്കണം. ഈ സൈഡും അതേപോലെ ചരിച്ച് മടക്കണം. ഇത് ഡോങ്കിയുടെ ചെവി കണ്ടല്ലോ. നല്ലപോലെ പ്രസ് ചെയ്ത് മടക്കി വെക്കണേ. എന്നിട്ട് ഒരു പ്രാവശ്യം കൂടെ മടക്കണം. എങ്ങനെ മടക്കുന്നേ? ഈ അറ്റയില്ലേ, അതിനെ ഈ ചെവിയുടെ അടിയിലോട്ട് മടക്കണം. അതേപോലെ ഈ അറ്റവും ചെവിയുടെ അവിടോട്ട് മടക്കണം. ചെവി അതിന്റെ പുറത്തോട്ട് വെച്ചേക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ അറ്റം, ഈ കൂർത്ത് നിൽക്കുന്ന അറ്റം 1 സെന്റിമീറ്റർ അകത്തോട്ട് വെച്ചിട്ട് പതുക്കെ അതിനെ സ്ട്രെയിറ്റ് ആയിട്ട് മടക്കാം. കണ്ടോ? ഇനി നമുക്കൊരു ചെറിയത് വരയ്ക്കാം. ഒരു കറുത്ത ഫെൽറ്റ് പെൻ എടുത്തിട്ട് അതിന്റെ നെറ്റി വരയ്ക്കാം. എങ്ങനെ നെറ്റി വരയ്ക്കുന്നേ? ഇങ്ങനെ 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 വരയ്ക്കാം. എന്നിട്ടത് കളർ ചെയ്യണം. എന്നിട്ട് അതിന്റെ കണ്ണ് വരയ്ക്കാം.
മൂക്ക് എങ്ങനെ വരയ്ക്കുന്നത് ശ്രദ്ധിച്ചു നോക്കണേ. അത് ഇങ്ങനൊരു വര മേലോട്ട് വരച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് പിന്നെ വീണ്ടും താവോട്ട് വരയ്ക്കാം. കണ്ടോ? എന്നിട്ട് മൂക്ക് ഇങ്ങനെ വരയ്ക്കും, ഇങ്ങനെ 2 വട്ടം. കണ്ടോ? അപ്പൊ നമ്മുടെ ഡോങ്കി ആയില്ലേ? ഡോങ്കിയുടെ ചെവിയും മുഖമായി. ഓക്കെ, ഇനി നമ്മള് ഡോങ്കി ഉണ്ടാക്കിയില്ലേ? ഇനി മോസ്റ്റ് ഇമ്പോർട്ടന്റ് പിന്നുള്ള കാര്യം എന്തുവായിരുന്നു? പാം സൺഡേ പാം ലീഫ് അല്ലേ? നമുക്കൊരു ലീഫ് ഉണ്ടാക്കാം. ഒരു സ്ക്വയർ കളർ പേപ്പർ എടുക്കണം. കളർ പേപ്പർ ഇല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഗ്രീൻ ക്രയോൺ ഇട്ട് കളർ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് സ്ക്വയർ ആയിട്ടുള്ളത് നടുക്കൂടെ ഇങ്ങനെ മടക്കണം. മടക്കിയിട്ട് കട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് ചെറുതായി ഏറ്റവും വലിയ സ്ഥലത്തുനിന്ന് ആദ്യം തുടങ്ങണം കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ മടക്കണം. ലെങ്ത് വൈസ് ഇങ്ങനെ മടക്കണം. എന്നിട്ട് പേപ്പർ തിരിക്കണം. തിരിച്ചിട്ട് ഇങ്ങോട്ട് മടക്കണം. പിന്നെ തിരിച്ച് ഇങ്ങനെ വെച്ച് മടക്കണം. പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വെച്ച് മടക്കണം. കണ്ടോ? ഇങ്ങനെ മടക്കി കഴിഞ്ഞില്ലേ? കാണാമോ? ഇനി എന്ത് ചെയ്യണ്ടേ? ഇതിനെ നേരെ ഈ തുമ്പ് വന്നില്ലേ, അവിടെ നേരെ അവിടെ വെച്ചിട്ട് ഇതിനെ 2ആയിട്ട് മടക്കണം. എന്നിട്ട് ഈ 2 എഡ്ജും നമുക്ക് ഇച്ചിരി പശ വെച്ച് ഒട്ടിക്കണം. നല്ലപോലെ പ്രസ് ചെയ്ത് ഒട്ടിക്കണം. പക്ഷെ നമുക്ക് ഇനി വിടർത്താനുള്ളതാണ്. കണ്ടോ? അപ്പം നമ്മുടെ ഇല റെഡിയായി. കണ്ടോ? എളുപ്പമില്ലേ ചെയ്യാൻ? നമ്മൾ ഡോങ്കിയം ഉണ്ടാക്കി, ഒരു ലീഫും ഉണ്ടാക്കി. നിങ്ങളെല്ലാ ആക്ടിവിറ്റിയും ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഈ ആഴ്ചത്തെ മെമ്മറി വേഴ്സും കൂടെ പഠിക്കണം കേട്ടോ. ടീച്ചർ പറഞ്ഞു തരാം. നിങ്ങളുടെ ബുക്കിലെല്ലാം ഉണ്ട്. നിങ്ങൾ അത് പഠിച്ചു വെക്കണം അടുത്ത ആഴ്ചത്തേക്ക് കേട്ടോ. മെമ്മറി വേഴ്സ് എന്നതാ? ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. എന്നുവെച്ചാൽ സങ്കടപ്പെടുന്നവർക്ക് ജീസസ് എപ്പോഴും കൂടെ ഉണ്ടാവും. ദ ലോർഡ് ഈസ് നിയർ ടു ദി ബ്രോക്കൺ ഹാർട്ടഡ്. മനസ്സിലായോ? അടുത്ത ആഴ്ചത്തേക്ക് പഠിക്കണേ. പിന്നെ ബുക്കിന്റെ അകത്ത് പേജും കളർ ചെയ്യണം കേട്ടോ. ഈ പേജും കളർ ചെയ്യണം. ഈ
കളർ ചെയ്യണം. ഓക്കെ, അപ്പൊ നിങ്ങൾ 2 സ്റ്റോറി പഠിച്ചു, അതിന്റെ ആക്ടിവിറ്റി ചെയ്തു. ഇനി നമുക്ക് ഒരു പാട്ട് കേൾക്കാം. പാട്ട് പഠിക്കണം. പാട്ട് ഇപ്പം പ്ലേ ചെയ്യാൻ നിങ്ങൾ പഠിക്കണം കേട്ടോ. അടുത്ത ആഴ്ച നമുക്ക് പിന്നെ കാണാം.